ഹലോ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഒരു വിഷമം അത് നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ കുറേ ഡേയ്സായിട്ട് ഞാൻ ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര പെയിൻ അത് ഞാൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്ലെസ്നെസ്, അതാണ് ഏറ്റവും ഭീകരം. നമുക്ക് ദാഹിക്കും, വെള്ളം കുടിക്കണം, മുന്നിലുണ്ടാവും, പക്ഷെ നമുക്കത് പറ്റില്ല. ഇഫ് യു നീഡ് ടു പീ, വി നീഡ് ടു വെയിറ്റ് ഫോർ സംവൺസ് ടൈം. എനിക്ക് ചുറ്റിലും എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ പാരൻസ്, എൻ്റെ ഹസ്ബൻഡ്, മകൻ, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അത്രയ്ക്കധികം ആളെനിക്ക് ചെയ്തു തരുന്നുണ്ട്. എൻ്റെ പാരൻസ് ആയാലും എന്നെ ഒരു ബേബി ആകുമ്പോൾ നോക്കിയതിനേക്കാൾ കൂടുതൽ ഇപ്പം നോക്കുന്നുണ്ട്. എനിക്ക് ഇനീഷ്യലി പെയിന് കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരും കൂടെ ഉറങ്ങില്ല. അങ്ങനെ എനിക്ക് ചുറ്റിലും എല്ലാവരും ഉണ്ട്. ഞാൻ 30 years ഓൾഡാണിപ്പോൾ. ഞാൻ അത്യാവശ്യം ഹെൽത്തിയാണ്. സോ ഈ സിറ്റുവേഷനിലൊക്കെ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ? എസ്പെഷ്യലി നമുക്ക് ചുറ്റിലും ഓൾഡായ ആളുകൾ. എനിക്ക് തന്നെ അറിയാം, പല വീടുകളിലും ഏജ്ഡായ ആളുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥ ഞാൻ തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ഹെൽപ്പിന് ആരും ഉണ്ടാവില്ല, അവർക്ക് ഹെൽത്ത് ഉണ്ടാവില്ല, സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. സിറ്റുവേഷൻസ് ആണല്ലേ. അത് ഞാനീ പറയുന്നത് ആരുടെയും കുറ്റമല്ല. നമുക്കിപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് അതിന് നമ്മളെ സമ്മതിക്കുന്നുണ്ടാവില്ല. എൻ്റെ കയ്യിലിപ്പോൾ അവർക്ക് കൊടുക്കാൻ ടൈമുണ്ട്, അവരെ സംസാരിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങൾക്കിങ്ങനെ അറിയുന്ന ആരെങ്കിലും ഏജ്ഡായ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരെ ഒന്ന് റിലാക്സ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യണം. ടുഗെദർ നമുക്ക് അവരുടെ ഈ ഓൾഡ് ഏജിൽ അവരെ ഹാപ്പി ആക്കാനൊന്ന് ട്രൈ ചെയ്യാം. ഒരു സ്മോൾ സ്റ്റെപ്പാണ്. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ എനിക്കത് പറ്റുള്ളൂ. നമുക്ക് ഒന്നിച്ച് നിൽക്കാം, നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാം അവരെ ഒന്ന് ഹാപ്പി ആക്കാൻ.